എന്നിട്ട് എന്ത് വേണം? കുഞ്ഞുങ്ങളെ പോലെ ആത്മീയമായി പാലിന് വേണ്ടി ആത്മീയമായിട്ട് വചനം ആദ്യകാലത്ത് പാല് കുടിക്കുന്നവരെ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ കട്ടികളെ കഷ്ടം പക്വതം നോക്കുകയാണ്. 12 വന്നത് പാല് കുടിക്കുന്ന പ്രായം, പിന്നെ പാലത്ത് വയ്ക്കുന്ന പ്രായം, ഇങ്ങനെ പോകണം. പിന്നെ അനുഭവങ്ങൾ കൊടുക്കണം ഇല്ല. പിന്നെ പക്വതമായ ഉത്സവം വചനത്തിന്റെ, അതുകൊണ്ടാണ് വചനത്തിലെ പറയുന്നത് പിടിക്കാത്തത്. കാരണം പക്വത വന്നിട്ടില്ല. നമ്മുടെ കൃപ വേറെയാണ്, വ്യത്യസ്ത കൃപയാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈശോ ഞങ്ങൾ തമാശ വന്നതാണ്. എല്ലാവരും ചിന്തിച്ചു എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും നമുക്ക് ആത്മാവ് നമ്മൾ നമ്മുടെ ആത്മാവിൽ തന്നെ ചെയ്യും. ഈശോ വല്ല തമാശ വന്നിട്ട് ശിഷ്യന്മാരോട് എന്തെങ്കിലും ആയിട്ട് പറയരുത്. അതിനെ ഈശോ കുളിച്ചു കഴിഞ്ഞാൽ ഒരു മക്കാരി പറഞ്ഞ പത്തൊമ്പത് ഭക്ഷണപ്രിയനാണ്, ഭോജനപ്രിയൻ. ഇംഗ്ലീഷ് എന്തായാലും പാവം എന്തായിച്ചു എവിടെയെങ്കിലും തന്നെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. പിന്നെ അവിടെ എന്താണ് അവിടുത്തെ ഭാഗ്യം? വെള്ളം എന്താണ്? അതാണ് അതാണ് കുഴപ്പമില്ലല്ലോ. ഇതാണ്. പിന്നെന്താ ഈശോ ആരോഗ്യ അപ്പൊ പറയുന്ന ഈശോയ്ക്ക് വിശേഷമെന്ന് പറഞ്ഞു. ഉടനെ പറയുന്നത് എല്ലാം പറയും. ആദ്യ കാലത്ത് നിങ്ങളെല്ലാം പങ്കുചേണ്ടി വരും. അനേകം ഈശോയാണ് അവരുടെ മേഖല വരുന്നത്. നമ്മളെ കേട്ടത് നല്ല വിശ്വാസത്തോ ഇതൊന്നും അധികം സത്യം കിട്ടിയാല് പിന്നെ നിങ്ങൾക്ക് സൗകര്യമായി എത്ര പലരും വചനം പറയുന്ന കൂടുതൽ സംരക്ഷിക്കാൻ ഈ ആത്മാവ് നിങ്ങളിലേക്ക് വരും. ഇപ്പൊ കൗൺസിൽ ചെയ്യാനെന്താണ്? നമ്മുടെ ആത്മാവ് നമ്മൾ കൊടുക്കുന്നത് ആത്മാവിനെ പുറത്തുള്ള വരും. ആത്മാപ്രശ്നം എന്താണ്? ഇതൊക്കെ ആത്മപ്രധാനം കൊടുക്കുകയാണ്. അവരെ മാറ്റിയാണ്. അനാവശ്യമാണ്. എന്റെ ഹൃദയം കർത്താവായി പലതരത്തിലേക്ക് ഇപ്പോൾ ശാസ്ത്രം പഠിക്കണം. എന്റെ ഹൃദയം ശാസ്ത്രമാണ്, ലോകമാണ്. ആ ഹൃദയത്തോട് നമ്മൾ പോകാൻ നമ്മൾ പോകാൻ അറിയാം. ഉടനെ വേണ്ടാത്തൊക്കെ പോകുന്നത് ജനങ്ങൾ ഈശ്വരൻ ചോദിക്കുന്നതിന് പലരും പോകാറില്ല. അത് വേണ്ടാത്തത്. അപ്പൊ നമ്മളില് കർത്താവിന്റെ ഈ കൃപ വന്ന് അറിയുന്നത് എങ്ങനെയാണ്? നാം ദൈവാത്മാവിനുള്ളത്. അതാണ് ദുഃഖം പറഞ്ഞത്. എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനാണ്, അതറിയുന്നതാണ്. അപ്പൊ അന്ന് ആ അതിഥിയെ കുറയുന്നതിന് പ്രാർത്ഥിച്ചറിഞ്ഞപ്പോൾ അവൻ മകളുടെ മാറണം. വാരെല്ലാം പേര് അത് കണ്ണെല്ലാം പ്രേമം പോലെയാണെന്ന് അവരത് പറയുകയാണ്. ഒരു 5-6 പേരുകൾ പറയും. പേരുകൾ ഞാൻ കൂട്ടുകാർക്ക് സത്യങ്ങളാണ്. അശുദ്ധാത്മാവ്. ഈ അശുദ്ധാത്മാവ് കാണണമെങ്കിൽ കൃപയ്ക്ക് വരണം. ഇതെല്ലാം പറയണമെങ്കിൽ കൃപയില്ലെങ്കിലാണ്. ഈ കൃപ വരുന്നത് എങ്ങനെയാണ്? ലേവിയ 10 വിശുദ്ധവും അശുദ്ധവും തന്നെ തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധി നമ്മളുടെ വരണം. ഇതാണ് ദാനിയേൽ 12:12 പറയുന്നത്. 1400 ദിവസം വിശുദ്ധി പലതായി മാത്രമാണ്. അപ്പൊ രണ്ട് ഏറ്റില് ഉദ്ദേശിക്കുന്നത് അവൻ ദൈവത്തെ കാണണം. കണ്ടോ? അല്ലാത്തവൻ കാണില്ല. 1 യോഹന്നാൻ 3 ആളുകൾ വായിച്ചത് 8 വരെയുള്ള എണ്ണം വായിച്ചത് അത് ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പിശാചിൽ നിന്നുള്ളവൻ എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്.
പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ഈ കൃപകൾക്ക് നാം പ്രവർത്തിക്കുന്നത്. മാർക്കോസ് 16:18 ഈശോ പറഞ്ഞത് മുഴുവൻ പോയി സുവിശേഷം നടത്താൻ